നമസ്തേ. സ്ത്രീ സമത്വം, സാർവത്രിക വിദ്യാഭ്യാസം എന്നീ ആശയങ്ങൾ മുൻനിർത്തി പ്രവർത്തിച്ച മഹാനായ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ചട്ടമ്പി സ്വാമികളെന്ന് നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. 113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ സമാപന സഭ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിന്ദുമത മഹാമണ്ഡലം പ്രസിഡന്റ് PS നായർ അധ്യക്ഷത വഹിച്ചു. ജർമ്മനിയിലെ യോഗ്യ വിദ്യാശ്രമം മഠാധിപതി സ്വാമി സുഖദേവ് ജി ബ്രൈറ്റ്സ് മുഖ്യപ്രഭാഷണം നടത്തി. അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ 113ാമത് സമ്മേളനത്തിന് സമാപനം. ഞായറാഴ്ച വൈകിട്ട് 5:30 സമാപന സഭ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ സമത്വം, സാർവത്രിക വിദ്യാഭ്യാസം എന്നീ ആശയങ്ങൾ മുൻനിർത്തി പ്രവർത്തിച്ച മഹാനായ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ചട്ടമ്പി സ്വാമികൾ എന്ന് നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ അഭിപ്രായപ്പെട്ടു. ചട്ടമ്പി സ്വാമികളുടെ ആശയങ്ങൾ ഇന്ന് കേരള സമൂഹത്തിൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. എന്നാൽ സാർവത്രിക വിദ്യാഭ്യാസം രാജ്യം മുഴുവൻ യാഥാർത്ഥ്യമാക്കാൻ ഇന്നും സാധിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഹിന്ദുമത മഹാമണ്ഡലം പ്രസിഡന്റ് PS നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജർമ്മനിയിലെ യോഗ വിദ്യാശ്രമം മഠാധിപതി സ്വാമി സുഖദേവ് ജി ബ്രൈറ്റ്സ് മുഖ്യപ്രഭാഷണം നടത്തി. എല്ലാ മതസാരവും ഏകം എന്ന ഹൈന്ദവ ധർമ്മത്തിന്റെ പ്രസക്തി ഇന്ന് ലോകം തിരിച്ചറിയുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം, മാർഗദർശക് മണ്ഡലം സംസ്ഥാന കാര്യദർശി സ്വാമി സൽസ്വരൂപാനന്ദ സരസ്വതി, ഹിന്ദുമത മഹാമണ്ഡലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K ജയവർമ്മ, ഹിന്ദുമത മഹാമണ്ഡലം ട്രഷറർ TK സോമനാഥൻ നായർ, ആനന്ദരാജ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. വളരെ ഗംഭീരമായ പരിപാടികളോടാണ് ഫെബ്രുവരി 2 മുതൽ 9 വരെ ഇത് നടത്തപ്പെടുന്നത്. നടന്നിട്ടുള്ള മുഴുവൻ പരിഷത്തുകളും വളരെ ഗംഭീരമായി നടത്തുവാൻ സാധിച്ചു. വളരെ ഉന്നത വിജയത്തിലാണ് നാം അതിനെ കണ്ടിട്ടുള്ളത്. വരുന്ന പരിഷത്തുകളും ഓരോ ദിവസത്തെ പരിഷത്തുകളും ഒന്നിനൊന്ന് മെച്ചമായി ജനസംഖ്യയുടെ എണ്ണത്തിൽ കൂടി വളരെ ഗംഭീരമായിട്ടാണ് നടത്തപ്പെടുന്നത്. ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രാധാന്യം RSSന്റെ മുഖ്യൻ ഡോക്ടർ മോഹൻ ഭഗവത്ജി ഹിന്ദു ഏകതാ സമ്മേളനം വിളിക്കപ്പെട്ടു എന്നുള്ളതാണ്. നാം പ്രതീക്ഷിച്ചതിൻ്റെ ഇരട്ടി ആൾക്കാർ അന്നത്തെ പരിപാടിയിൽ ഇവിടെ പങ്കെടുത്തു എന്നുള്ളത് വളരെ സന്തോഷത്തോട് സൂചിപ്പിക്കുകയാണ്. വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ തീർത്ഥപാദ പരമഹംസസ്വാമികളാണ് ചെറുകോൽപ്പുഴയിൽ ഹിന്ദുമത പരിഷത്ത് ഇവിടെ തുടങ്ങാൻ അതിനുവേണ്ട പ്രേരണ നൽകി 1913 ഹിന്ദുമത പരിഷത്ത് ആരംഭിക്കുന്നത്. ഈ 113 വർഷം അനസ്യൂതം ഇത് നടക്കുകയാണ്. പമ്പയുടെ ഈ മണൽപ്പരപ്പിൽ നടക്കുകയാണ്. ഈ വർഷം ഹിന്ദു ഏകതാ സമ്മേളനത്തിലെ സന്യാസി ശ്രേഷ്ഠന്മാർ, വിവിധ ഹിന്ദു സംഘടനകളുടെ നേതാക്കന്മാർ, 10,000-കണക്കിന് ഹൈന്ദവ സഹോദരി സഹോദരന്മാർ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു. അതേപോലെ തന്നെ ആചാര്യ അനുസ്മരണം സമ്മേളനം, നമ്മുടെ ഗുരുക്കന്മാരെ ആദരിക്കുന്ന ആചാര്യ അനുസ്മരണ സമ്മേളനം നടന്നു. പരിസ്ഥിതിയെക്കുറിച്ചുള്ള സമ്മേളനം, നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതിൻ്റെയും നമ്മുടെ സംസ്കാരം നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞുകൊണ്ട് പരിസ്ഥിതി സാംസ്കാരിക സമ്മേളനം ഇവിടെ നടക്കുകയുണ്ടായി. കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിപാടികൾ ഇവിടെ നടന്നു കഴിഞ്ഞു. ബാലഗോകുലം, അതേപോലെ തന്നെ മതപാഠശാല കുട്ടികളുടെ പരിപാടികൾ നടന്നു. വനിതാ സമ്മേളനം ഇവിടെ നടന്നു. അതേപോലെ തന്നെ നിരവധി ആളുകൾ പ്രഭാഷണങ്ങൾ, പല വിഷയങ്ങളെ അധികരിച്ച് പ്രഭാഷണം നടത്തി. അങ്ങനെ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങാണ് ഈ കഴിഞ്ഞ 7 ദിവസം നടന്നത്. 113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൻ്റെ പബ്ലിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ ഏകദേശം ഡിസംബർ മാസം മുതൽ ആരംഭിച്ചു. ഞങ്ങൾ കേരളം ഒട്ടാകെ പത്രസമ്മേളനങ്ങൾ നടത്തുകയും വിവിധ പ്രദേശങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട സമ്മേളനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് അനേക ലക്ഷം ആളുകൾ ഈ വേദിയിലേക്ക് ഒഴുകിയെത്തിയത്. ചെറുകോൽപ്പുഴ പമ്പ മണൽപ്പുറത്തെ ശ്രീ വിദ്യാധിരാജ നഗറിൽ 2-ാം തീയതി ആരംഭിച്ച ഹിന്ദുമത പരിഷത്ത് സംഘടന കൊണ്ടും വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യം കൊണ്ടും സമ്പന്നമായിരുന്നു.